ചാനൽ. അപ്പം ഇന്ന് നമ്മൾ പഴം പൊരിക്കാൻ വിചാരിച്ചു. പഴംപൊരി എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ കിട്ടുന്ന പോലെയോ അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ടല്ല, സിമ്പിളായിട്ട്. അതായത് ഇപ്പോൾ മക്കൾ വൈകുന്നേരമൊക്കെ വരുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ. അതായത് പഴം ഞാനിങ്ങനെ ഒരു ചെറിയ കുഞ്ഞി പഴം, നേന്ത്രപ്പഴമാണെങ്കിലും നേന്ത്രപ്പഴത്തിൽ വെച്ച് ചെറിയ പഴം അത് എന്നിട്ട് അതിൻ്റെ ബാറ്റർ അത് എന്ന് പറഞ്ഞാൽ മൈദ, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഷുഗർ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈസ്റ്റ് ഒന്നും ഇട്ടില്ല കേട്ടോ, ഞാൻ ഈസ്റ്റ് ഇടാണ്ട് തന്നെ. അതുകൊണ്ട് അങ്ങനെ പൊങ്ങി വരില്ല. ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല പൊങ്ങി ഇതായി വരും. പക്ഷേ ഇതിപ്പോൾ കഴിക്കാനും നല്ല രുചി ഉണ്ടാവും, സോഫ്റ്റും ഉണ്ടാവും. പക്ഷെ ഭയങ്കര ഒരു പൊങ്ങി വരില്ല, ഈസ്റ്റ് ഇട്ടിട്ടില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് രാത്രി ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട് എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചു. മുട്ട, സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് പഴംപൊരിൻ്റെ ഗ്യാസ് എത്തിക്കാം. ഡെയിലിയുള്ള എൻ്റെ ഫേവറേറ്റ് പാനാണ്. നമുക്ക് പഴംപൊരിക്ക് വേണ്ട ഓയിൽ ഒഴിക്കും. ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ ഉള്ളി വാട്ടണം. രണ്ട് പാനിൻ്റെ എണ്ണ ചൂടാവട്ടെ. പഴം പൊരിക്കാനുള്ള എണ്ണയും അതിൻ്റെ എഗ് റോസ്റ്റിൻ്റെ എണ്ണയും ചൂടാവട്ടെ. രണ്ടും ചൂടായി വരട്ടെ. നമുക്ക് പഴത്തിൻ്റെ പീസ് എടുക്കുക, ഇങ്ങനെ വെക്കുക. ബാറ്റർ അധികം കട്ടിയിൽ വേണ്ട കേട്ടോ, അപ്പോൾ പിന്നെ ഇങ്ങനെ കട്ടിയിൽ കിടക്കും. ഫസ്റ്റ് നമുക്കൊരു 3 ഇട്ട് കേട്ടോ. ഗ്യാസ് സിമ്മാക്കി വെക്കുക. സിമ്മിലിരുന്ന് പൊരിയട്ടെ. നമ്മളെ എഗ് റോസ്റ്റിൻ്റെ എണ്ണ അവിടെ ചൂടായിട്ടുണ്ട്. സിമ്മിലേക്ക് ഇടുക. എന്നിട്ട് നമുക്ക് സവാള, സവാള നല്ലോണം ഇളക്കി കൊടുക്കുക. ഇത് സവാള പെട്ടെന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. സവാള നല്ലോണം വഴകട്ടെ. നമ്മൾ പഴംപൊരി ഇടുന്നതിന് റോസ്റ്റായിട്ടുണ്ട്.
രണ്ടും ഇടുന്നാവട്ടെ. മെല്ലന പഴംപൊരി സവാള അവിടുന്ന് പഴംപൊരി ഇടുന്നു പൊരിയട്ടെ, സവാള അവിടുന്ന് റെഡിയാട്ടെ, രണ്ടും റെഡിയാട്ടെ. അപ്പം നമ്മൾ പഴംപൊരിയില തിരിച്ചിട്ടിട്ടുണ്ട്. പഴംപൊരി തിരിച്ചിട്ടിട്ടുണ്ട്. നമ്മളെ സവാള ഇവിടെ വഴകിക്കൊണ്ടിരിക്കുന്നു. നല്ല ഒരു ചെറിയ ബ്രൗൺ കളറാവട്ടെ കേട്ടോ. ബ്രൗൺ കളറാവുന്നവരെ ഇങ്ങനെ കഴിക്കണം. ഒരു ചെറിയ ബ്രൗൺ കളറായി തോന്നുമ്പോൾ നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെള്ളുള്ളിയൊക്കെ ഇതിലേക്ക് ഇടാം. അത് നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് മറ്റേ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ പറഞ്ഞല്ലോ ഈസ്റ്റ് ഇട്ടിട്ടില്ല. ഈസ്റ്റ് ഇടാത്തതുകൊണ്ട് തന്നെ വലിയൊരു പൊങ്ങി വരില്ല. പക്ഷേ എങ്കിലും ഇതാണ് കഴിക്കാൻ ആരോഗ്യത്തിന് നല്ലത്. അപ്പം നമുക്ക് ഇത് ഇവിടുന്ന് സവാള ഒന്നുകൂടി ഒന്ന് ബ്രൗൺ ആവട്ടെ. അവിടെ നമുക്ക് അടുത്ത ട്രിപ്പ് ഇടാം. പഴംപൊരിൻ്റെ അടുത്ത ട്രിപ്പ് ഇടാം. പഴംപൊരി ബാറ്ററി നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മളെ സവാള നല്ലോണം ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് പച്ചമുളക്, വെള്ളുള്ളി ഒക്കെ ഇടാം. പച്ചമുളകും വെള്ളുള്ളി, ഇഞ്ചി അതിലൊക്കെ നന്നായിട്ട് ഇറക്കി കൊടുക്കുക. അതുകൂടി ഒന്ന് നേര് പച്ച ഇതൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റുക. നമ്മൾ പഴംപൊരിനെ മറന്നു പോകരുത്. പഴംപൊരി മറന്നു പോയാൽ ആൾ കഴിഞ്ഞു പോകും. ഓക്കെ, ഇതിൻ്റെ ഒരു പച്ചത് ഏകദേശം പോയി നമുക്ക് തക്കാളി ഇടാം. സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മളെ പഴംപൊരി സിമ്മിലാണ്, അല്ലെങ്കിൽ മുട്ടിൽ കരിഞ്ഞു പോകും. ഇതിവിടെ നിന്ന് തക്കാളി ഇങ്ങനെ കുഴഞ്ഞ് വരട്ടെ. പഴംപൊരി ഒന്ന് അവിടുന്ന് ഫ്രൈ ആവും. അപ്പം നമ്മുടെ പഴംപൊരി രണ്ടാമത്തെ ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ടു, റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പഴംപൊരിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിനെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ പഴംപൊരി, അതായത് വൈകുന്നേരം മക്കളൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന നോർമൽ, എന്താ പറയുക, വലിയ ഇതൊന്നും ചെയ്യാത്ത നല്ല രീതിയിൽ, അതായത് വെറും പഴം, നല്ല നേന്ത്രപ്പഴം, ഇതൊരു ചെറിയ സൈസ് നേന്ത്രപ്പഴമാണ്, അതെടുത്തു. ഒരു പഴം 2 കഷ്ണമാക്കി, എന്നിട്ട് നീളത്തിൽ തന്നെ 2 കഷ്ണമാക്കി, പിന്നെ മൈദ, മഞ്ഞൾ, ഉപ്പ്, ഷുഗർ
ഒത്തിരി ഏലക്കായൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഏലക്കായൻ്റെ പൊടി ഇട്ടൊക്കെ അതിന് മുക്കി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത പഴംപൊരി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും കഴിച്ചു നോക്കണം. പിന്നെ നമ്മളെ അടുത്ത എഗ് റോസ്റ്റിൻ്റെ ഇതിങ്ങനെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യണം. പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ കുറച്ച് ഗരം മസാല ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഓരോരുത്തർ എരിവിനനുസരിച്ചാണ്. കാരണം ഞാനൊരു കുഞ്ഞ് പച്ചമുളക് ഒരു 2-3 ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടു. കുറച്ച് ഗരം മസാല ഞാൻ ഇതിലാദ്യം ചേർത്തിട്ടുണ്ട്. അതായത് മറ്റേ തക്കാളിയൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് വഴി വന്നേരം കുറച്ച് ഗരം മസാല ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ആടി റെഡി സെറ്റാക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു പണിയുണ്ട്. നമ്മളെ എഗ്ഗിനെങ്ങനെ എടുക്കുക, ഒന്നങ്ങനെ ഇതെങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു എരിവും മസാലേൻ്റെ ആ ഒരു ഇതൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒന്നിങ്ങനെ തക്കാളി, ചില തക്കാളി നമുക്കിങ്ങനെ ചെയ്യാണ്ട് കിടക്കുന്നുണ്ടാവും. ഞാൻ ഒന്ന് ഉടച്ചു കൊടുക്കാം. ചെറിയൊരു എന്താ പറയുക, നല്ല ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തി കഴിക്കാൻ കുറച്ച് പ്രശ്നം. അതിനോട് ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ ഇങ്ങനെ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മതി. ഇനി നമ്മളെ എഗ്ഗിനെ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇടാം. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മസാല ഇട്ടത്. നമ്മളെ എഗ് റോസ്റ്റ് ഏകദേശം റെഡിയായി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിന് നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റാം.
അപ്പം നമ്മളെ എഗ് റോസ്റ്റും പഴംപൊരി റെഡിയായി. വൈകുന്നേരം മക്കളൊക്കെ വരുമ്പോൾ കഴിക്കാൻ പഴംപൊരി റെഡിയായി. രാത്രി ചപ്പാത്തിയാണ്. ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഞാനൊരു എഗ് റോസ്റ്റ് റെഡിയാക്കി. ഇതൊക്കെ എളുപ്പം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഒരു പാടുമില്ലാത്ത ഏറ്റവും എളുപ്പമുള്ളതാണ് ഞാൻ ചെയ്യാറ്. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഇതിൽ നല്ലോണം ഉണ്ടാക്കാനൊക്കെ അറിയുന്നവരാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കുക. അപ്പം നാളെ നമ്മളെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.